6 വർഷത്തിന് ശേഷമാണ് കോളിവുഡിന്റെ സൂപ്പർ താരങ്ങളായ അജിത്തിന്റെയും വിജയുടെയും ചിത്രങ്ങൾ ഒരേ ദിവസം റിലീസിനെത്തുന്നത്. വിജയുടെയും അജിത്തിന്റെയും സമീപകാല ചിത്രങ്ങളെല്ലാം നഗര കേന്ദ്രീകൃത പ്രമേയങ്ങളുടേതായിരുന്നു. എന്നാൽ പൊങ്കൽ വിഭവമായി എത്തിയ ജില്ലയും വീരവും സൂപ്പർ താരങ്ങളെ തമിഴ് ഉൾഗ്രാമത്തിലാണ് എത്തിച്ചത്. അജിത് വിജയ് ചിത്രങ്ങളിൽ ആവർത്തിക്കപ്പെട്ട മുംബൈ മാനിയ തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുന്നു സംവിധായകർ. ജില്ലയുടെ പ്രമേയ പ്രദേശം മധുരയും വീരത്തിൻ്റേത് ദിണ്ടിഗലുമാണ്. മങ്കാത്തയ്ക്ക് ശേഷമുള്ള അജിത് ചിത്രങ്ങളായ ബില്ലയും ആരംഭവും ഈ താരത്തിൻ്റെ ശൈലീകൃത ഭാവങ്ങളെ ആഘോഷിച്ചതിനപ്പുറം ആസ്വാദനത്തിൽ ശരാശരി മാത്രമായിരുന്നു. എന്നാൽ വീരം പറഞ്ഞു തേഞ്ഞ കഥകളൊന്നിൻ്റെ തനിയാവർത്തനമായിരുന്നിട്ടും മുഷിപ്പിക്കുന്നില്ല. തമിഴ് ഗ്രാമങ്ങളിലെ നാട്ടരജൻ കഥയുടെയും അണ്ണൻ തമ്പി അതിവൈകാരികതയുടെയും ആഘോഷം. ഒരു ദശാബ്ദത്തിനപ്പുറം തമിഴകത്തെ ആൾക്കൂട്ട ആഘോഷത്തിൻ്റെ മറുപേരുകളിലൊന്നായ തല മുണ്ടുടുത്തും മുണ്ടു മടക്കിക്കുത്തിയും നാട്ടുചട്ടമ്പിയായി ഇറങ്ങിയ സിനിമ. തലയനക്കാതെ തള്ളിക്കയറുന്ന ആരാധകർക്ക് ആവോളം ആനന്ദത്തിനുള്ള വക വീരത്തിലുണ്ട്. തട്ടുപൊളിപ്പൻ ആഘോഷകാല ചിത്രത്തിന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് മറ്റൊന്നും ആലോചിക്കാതെ രസിച്ചിരിക്കാം വീരത്തിൽ. சுட்டு சாண பிடிச்ச கத்தி மாதிரி கூரா இருக்கே வீரமா ஒரு ஆம்பளை. யாருக்கும் அஞ்சாத ஆளு. കൂട്ടത്തിൽപ്പെടാതെ ജീവിക്കുന്ന തലതെറിച്ചവൻ താന്തോന്നി കഥാപാത്രങ്ങളായിരുന്നു അജിത്തിൻ്റെ സമീപകാല സിനിമകളിലെല്ലാം. കുടുംബത്തിൽ കയറുന്നവനോ കുടുംബത്തിൽ നിന്നിറങ്ങുന്നവനോ അല്ലാത്ത ഒറ്റയാൻ കഥാപാത്രങ്ങൾ. ബില്ലയിലും മങ്കാത്തയിലും ആരംഭത്തിലും ആവർത്തിച്ചത് നെഗറ്റീവ് ഛായയുള്ള നായക കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ വീരം മറിച്ചാണ്. അൻപുള്ള അണ്ണനാണ് വീരത്തിലെ വിനായകൻ. 4 സഹോദരങ്ങൾക്കായി സ്വന്തം ജീവിതം മാറ്റിവെച്ച വല്യേട്ടൻ. தம்பிங்கடா அண்ணன்டா. கோபுரதேவி கோப்பு. எங்க அண்ணன் விநாயகத்தை பத்தி என்னங்க நினைக்கிறீங்க? கம்பீரமானவர், ரொம்ப நல்லவர். நைட் என்ன கர்மாந்தத்துல ஊத்தி கொடுத்தீங்க? ஹேண்ட்ஸம். முத கண்ணாடி பாக்குதுடா. அப்போ இவ்வளவு நாளா செங்கலை பார்த்தாடா சேவிங் பண்ணிட்டு இருந்தாரு. പ്രമേയ സാമ്യത പരിഗണിച്ചാൽ 90കളിൽ തമിഴിൽ പുറത്തിറങ്ങിയ 10 സിനിമകളുടെയെങ്കിലും വീര്യമൂറ്റിയാണ് വീരമുണ്ടാക്കിയിരിക്കുന്നത്. ക്ലീഷേ കമേഴ്സ്യൽ ചേരുവകളുടെ വിദഗ്ധ വിന്യാസം, കുറുക്കിയെടുത്തതും കുറിക്കുകൊള്ളുന്നതുമായ സംഭാഷണങ്ങൾ, ഷർട്ടിനകത്തു നിന്ന് ഒരേ സമയം പുറത്തെടുക്കുന്ന 100 കണക്കിന് വടിവാളുകൾക്ക് വെറും കൈയോടെ മറുപടി നൽകുന്ന നായകൻ, ധർമ്മ സംസ്ഥാപനത്തിനായുള്ള മറ്റൊരു അവതാരപ്പിറവി. താരതപ്പെട്ട കിഴിയ പോത് ഇതാ வாழ்க்கை. സമീപകാല അജിത് സിനിമകളിലെ ആവർത്തനങ്ങളെ ഒഴിവാക്കിയെടുത്ത ചിത്രമെന്നത് മാത്രമാണ് വീരത്തിന് കാര്യമായുള്ള പ്രത്യേകത. ബില്ലയിലും മങ്കാത്തയിലും ആരംഭത്തിലും പെണ്ണിന് പിന്നാലെ പാട്ടും പാടി സമയം കളയുന്ന കഥാപാത്രമല്ലായിരുന്നു തലയുടേത്. പിന്നാലെ നടന്ന് ആടിപ്പാടുന്ന പെണ്ണിനെ പരിഗണിക്കാതെ തലക്കനം കാട്ടുന്നയാളുമായിരുന്നു അജിത് ഇതുവരെ. 4 സഹോദരങ്ങളെ സ്നേഹിച്ച അയൽവാസിയായ പെൺകുട്ടിയെ പ്രണയിച്ച് മറ്റൊരു കുടുംബത്തിന് നായകനുമായി വിലസുന്നവനാണ് ഇവിടെ വിനായകൻ. പോരാത്തതിന് ദൈവഭയവും. ഭാഷയിലെ രജനീകാന്തിനെ പോലെ കുടുംബത്തിനു വേണ്ടി ആയുധമെടുക്കുകയും അതേ കുടുംബത്തിനായി ആയുധം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന കെട്ടവൻ പ്രതിച്ഛായയിൽ കഴിയുന്ന റൊമ്പ നല്ലവൻ. തലതിരിഞ്ഞവൻ കഥാപാത്രങ്ങളിൽ നിന്ന് അജിത്തിനെ കുടുംബത്തിലേക്ക് വിളിച്ചു കയറ്റിയിരിക്കുന്നു സംവിധായകൻ ശിവ. ഒട്ടൻചത്രം ചന്തയിലേക്ക് 4 സഹോദരങ്ങൾക്കൊപ്പം എത്തിയ വിനായകൻ. അനിയന്മാരെ ഊട്ടാൻ സ്വന്തം മനസ്സും ശരീരവും മാറ്റിവച്ചയാൾ. വീട്ടിലൊരു പെണ്ണ് കയറിയാൽ സഹോദരങ്ങളെ പിരിക്കുമെന്ന ഭീതിയാൽ വിവാഹ വിരോധം സൂക്ഷിക്കുന്നയാൾ. തങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി വല്യേട്ടനെ ആദ്യം കെട്ടിക്കാൻ സൂത്രമൊരുക്കുന്ന അനിയന്മാർ. ബാക്കിയെല്ലാം മുമ്പേ കണ്ട സിനിമകളിലെ പോലെ തന്നെ. നായകൻ അജിത് കുമാർ ആയതിനാൽ സംഭവിക്കുന്നതെല്ലാം നല്ലതാക്കി മാറ്റുന്നു. തലയുടെ ചിത്രമാകുമ്പോൾ മറ്റൊരു താരത്തിൻ്റെ തലവെട്ടം തലയോളം വരില്ലെന്ന് കാണുന്നവർക്കറിയാം. അജിത് കുമാർ എന്ന സൂപ്പർ താരത്തിന്റെ രൂപഭാവ വേഗങ്ങളും ഊർജം പ്രസരിക്കുന്ന പ്രകടനവും ഫ്രെയിമുകളിലെല്ലാം നിറയുന്നു. என்ன சொல்றது? ക്ലബിലും DJ-കളിലും മദ്യപിച്ചാറാടുന്ന കഥാപാത്രമാകാതെ തങ്കത്തമിഴനായുള്ള തലയുടെ പ്രണയഗാനവും അണ്ണൻ തമ്പി ആട്ടവും പാട്ടും വീരം കാട്ടുന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം തലയുടെ പ്രണയഗാനം, കുടുംബഗാനം,
നാട്ടുത്സവത്തിലെ ആട്ടവും പാട്ടും. തമിഴ് ഗ്രാമത്തിലെ തലൈവർ കഥ എന്നതിനൊപ്പം ജില്ലയിലും വീരത്തിലുമുള്ള മറ്റൊരു സമാനത ഹിംസയുടെയും അധികാരത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഭാവങ്ങളെ ഉപേക്ഷിച്ച് കുടുംബത്തിനും നിയമവ്യവസ്ഥയ്ക്കും വഴങ്ങി ജീവിക്കണമെന്ന ഗുണപാഠങ്ങളാണ് രണ്ട് സിനിമയിലുമുള്ളത്. സമാന്തര ഭരണകൂടം തീർത്ത് നീതിപാലനം നടത്തുന്ന നായക പ്രതിനായക കാലത്തോട് വിട പറയാനുള്ള ആഹ്വാനം. எனக்கு தப்புன்னு பட்டுச்சுன்னா தூக்கி போட்டு மிதிப்பேன். என் ஆளுங்களை தொடணும்னா എന്നെ താണ്ടി തോടറാ പാക്കളാം. സ്ഥിരം ചേരുവകൾ മാറാതെ പ്രവചനാത്മക കഥാവഴിയിൽ സഞ്ചരിക്കുമ്പോഴും ഒരു മാസ് മസാല ചിത്രത്തിനുള്ള ഇഴയൊതുക്കവും പിരിമുറക്കവും വീരത്തിനുണ്ട്. സന്താനം സൃഷ്ടിക്കുന്ന തമാശകൾ വീരത്തിൽ ഏതായാലും ചിരി സമ്മാനിക്കുന്നുമുണ്ട്. எங்க அண்ணன் விநாயகத்தை பத்தி என்னங்க நினைக்கிறீங்க? கம்பீரமானவர், ரொம்ப நல்லவர், நைட்டு என்ன கர்மாந்தத்துல ஊத்தி கொடுத்தீங்க? ஹேண்ட்ஸம். அண்ணன் கண்ணாடி பாக்குதுடா. அப்போ இவ்வளவு நாளா செங்கலை பார்த்தாடா சேவிங் பண்ணிட்டு இருந்தாரு. தங்கமே தங்கமே என்ன ஆச்சு? உன்னை பார்த்ததும் நெஞ்சில பொங்கலாச்சு. ஒண்ணு வெள்ளையா இருந்துச்சு, லவ் ஆயிடுச்சு. நீங்க மட்டும் ஒரு பையனை கைட்டு விடும் போதே அண்ணா அண்ணான்னு சொல்றது. സാഹസിക വേഗങ്ങൾക്കും ഭാവങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ലെങ്കിലും ക്ഷീണിതനായ അജിത്തിനെയായിരുന്നു ആരംഭത്തിൽ കണ്ടത്. അടിമുടി വൈറ്റ് ആൻഡ് വൈറ്റ് ഗെറ്റപ്പിലെത്തുമ്പോൾ വിനായകത്തിനും വീര്യമുണ്ടേറെ. ഗ്യാങ്സ്റ്റർ ഗൗരവം കളഞ്ഞ തലയുടെ മാനരസങ്ങളും വീരത്തിൽ കാണാം. താരത്തപ്പെട്ട കിഴിയ പോത് ഇതാ என் வாழ்க்கை. எனக்கு தப்புன்னு பட்டுச்சுன்னா தூக்கி போட்டு மிதிப்பேன். என் ஆளுங்களை தொடணும்னா എന്നെ താണ്ടി തോടറാ പാക്കളാം. വടിവാൾ വില്ലന്മാർ നല്ലതിനെല്ലാം കുറുകെ ചാടുന്ന വില്ലേജ് ഡ്രാമയായ വീരം രജനീകാന്തിൻ്റെ 80കളെയും 90കളെയും അജിത്തിലൂടെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. പരിത്യാഗിയായ നായകന്റെ വീരസാഹസികതാ വിവരണം വീണ്ടും വരുമ്പോഴും വെടിപ്പായി പറഞ്ഞു വെച്ചിരിക്കുന്നു സംവിധായകൻ. சுட்டு சாண பிடிச்ச கத்தி மாதிரி கூரா இருக்கி. வீரமா ஒரு ஆம்பளை. யாருக்கும் அஞ்சாத ஆளு. മെട്രോ ജീവിതത്തിൻ്റെ വേഗങ്ങൾക്കൊത്ത് കാറിലും ഫ്ലൈറ്റിലും പറക്കുന്ന തലയ്ക്ക് പകരം നാട്ടിൻപുറത്തെ ചന്തയിൽ കട്ടൻ ചായ കുടിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന തല്ലിത്തോൽപ്പിക്കുന്ന തല. സ്വപ്നത്തിലെ ഗാനരംഗങ്ങൾ രണ്ടും അജിത്തിൻ്റെ മോഡേൺ ഗെറ്റപ്പിൽ ചിത്രീകരിച്ച തലയുടെ മെട്രോ ലുക്കും കാട്ടിയിട്ടുണ്ട് സംവിധായകൻ ശിവ. നായകൻ്റെ വീരസാഹസികതയിൽ ഭ്രമിച്ചുപോയ പെൺകുട്ടിയായി തമന്നയുടെ കോപുരം ദേവിയുണ്ട്. തനി നാടൻ തമന്ന പാട്ടിലും പ്രകടനത്തിലുമെല്ലാം ഇഷ്ടമുണ്ടാക്കുന്നുമുണ്ട്. நான் ஒன்று சொன்னா 4 பேர் உன்னை உழுதுருவானுங்க. தம்பிங்கடா கோபுரம் தேவி. கோப்பு. தங்கமே தங்கமே என்ன ஆச்சு? உன்னை பார்த்ததும் நெஞ்சில பொங்கலாச்சு. ஒண்ணு വെള്ളയാ ഇരുந்துச்சு, ലവ് ആയിடுச்சு. സന്താനം തമാശ കൊണ്ട് അസഹ്യമാകാത്ത സമീപകാല സിനിമകളിലൊന്നാണ് വീരം. തലയാടുമ്പോൾ വാലാടില്ലെന്നത് അജിത് ചിത്രങ്ങളുടെ ടാഗ്ലൈൻ ആണെങ്കിലും സഹോദര കഥാപാത്രങ്ങളായി എത്തിയ വിധാർത്ഥ, ബാല, സുഹൈൽ, മുനീഷ് എന്നിവർക്ക് നല്ല തമ്പിമാരായി സങ്കടവും സന്തോഷവും കാട്ടാനുള്ള സമയവും നൽകി. അതുൽ കുൽക്കർണിയുടെയും പ്രദീപ് റാവത്തിന്റെയും വില്ലന്മാരെ പ്രകടനത്തിലും പന പോലെ വളർത്തിയിട്ടുണ്ട്. நீங்க மட்டும் ஒரு பையனை கைட்டு விடும் போதே அண்ணா அண்ணான்னு சொல்றது இல்ல. சீக்கிரமா மோளத்தை அடிங்கப்பா. மொத்த உசுரையும் வாங்குறண்டா. தாரத்தப்பட்ட கிழிய போது இதான் என் வாழ்க்கை. எனக்கு தப்புன்னு பட்டுச்சுன்னா தூக்கி போட்டு மிதிப்பேன். என் ஆளுங்களை தொடணும்னா என்னை தாண்டி
തോടറാ പക്കളാ. മാസ് മസാല ടെംപ്ലേറ്റുകളിലേക്ക് തലയുടെ വെളുപ്പഴക് ചേർത്ത ആരാധകർക്കായി ഒരുക്കിയ പൊങ്കൽ വിഭവം. മാസ് മസാല സിനിമകളിൽ പുതിയ കഥകൾ പിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. തലയും തല്ലും തട്ടുപൊളിപ്പൻ കാവടിയാട്ടവും കാത്തിരുന്നവർക്ക് വേണ്ടുവോളം കാണാം വീരം. என்ன நான் சொல்றது? ബോക്സ് ഓഫീസ് വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.